ഹായ്, കോണിക് സെക്ഷൻസ് എന്ന ചാപ്റ്ററിന്റെ ഈ മൂന്നാമത്തെ എപ്പിസോഡിൽ ഹൈപ്പർബോളയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹൈപ്പർബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനും അതിന്റെ പ്രോപ്പർട്ടീസും അതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസും. തീർച്ചയായും കഴിഞ്ഞ എപ്പിസോഡിൽ പഠിപ്പിച്ച എലിപ്സ് അറിയാമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഹൈപ്പർബോള പഠിക്കാം. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. അപ്പോൾ തുടങ്ങാം. റെഡിയല്ലേ? ഓക്കെ. സോ വാട്ട് ഈസ് എ ഹൈപ്പർബോള? A hyperbola is the set of all points in a plane, the difference of whose distances from two fixed points in the plane is a constant. എന്താണ് ഹൈപ്പർബോള എന്ന് പറഞ്ഞാൽ? A hyperbola is the set of all points in a plane, the difference of whose distances from two fixed points in the plane is a constant. എലിപ്സ് ആയിരുന്നപ്പോൾ എന്തായിരുന്നു? സം എന്തായിരുന്നു? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണമായിരുന്നു. ഇവിടെ എന്താണ്? ഡിഫറൻസ് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ അപ്പോൾ ആ പോയിന്റുകൾ ട്രേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈപ്പർബോള. അപ്പോൾ ആ കർവിന്റെ ഷേപ്പ് ഇങ്ങനെ വരും. ഇതാണ് ഹൈപ്പർബോളയുടെ ഷേപ്പ്. ഇനി ആ ഡെഫിനേഷൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യം ഞാൻ ആർബിട്രറി ആയിട്ട് P1 എന്നൊരു പോയിന്റ് എടുത്തു. P1 നിന്ന് F2ലേക്കുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. P1 നിന്ന് F1ലേക്ക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അവയുടെ ഡിഫറൻസ് എടുക്കുക. അപ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ്, അത് K എന്നിരുന്നോട്ടെ. നെക്സ്റ്റ് അനദർ പോയിന്റ് ചൂസ് ചെയ്യുക. അത് ചൂസ് ചെയ്യുമ്പോൾ P2 മുതൽ F2 വരെയുള്ള ഡിസ്റ്റൻസ് മൈനസ് P2 മുതൽ F1 വരെയുള്ള ഡിസ്റ്റൻസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? K കിട്ടണം. ആ രീതിയിൽ P2 ചൂസ് ചെയ്യുക. Then another point P3 ചൂസ് ചെയ്യുക. അപ്പോഴെന്താണ്? P3യിൽ നിന്ന് ഈ ഫിക്സഡ് പോയിന്റിലേക്ക് ഡിസ്റ്റൻസ് മൈനസ് P3യിൽ നിന്ന് ഈ ഫിക്സഡ് പോയിന്റിലേക്ക് ഡിസ്റ്റൻസ് എന്തിനെ കിട്ടണം? നേരത്തെ കിട്ടിയ അതേ കോൺസ്റ്റന്റ്. എങ്കിൽ ഈ പോയിന്റുകൾ ട്രേസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഹൈപ്പർബോള. വെറുതെ പറഞ്ഞു എന്ന് മാത്രം പേടിക്കൊന്നും വേണ്ട. ഓക്കെ. സോ ഈ ഹൈപ്പർബോളയിൽ രണ്ട് കാര്യം പറഞ്ഞു. എന്താണ്? രണ്ട് ഫിക്സഡ് പോയിന്റ്സ് എടുക്കാൻ പറഞ്ഞു. അതാണ് F1 ആൻഡ് F2. ദീസ് ഫിക്സഡ് പോയിന്റ്സ് ആർ കോൾഡ് ഫോക്കൈ ഓഫ് ദ ഹൈപ്പർബോള. ഹൈപ്പർബോളയുടെ ഫോക്കസ് രണ്ടെണ്ണമുണ്ട്, F1 ഉം F2 ഉം. അവയെ നമ്മൾ എന്ത് പറയും? ഫോക്കൈ എന്ന് പറയും. സോ ഹിയർ F1 ആൻഡ് F2 ആർ ദ ഫോക്കൈ ഓഫ് ദിസ് ഹൈപ്പർബോള. A and A dash are called vertices of the hyperbola. Here A അല്ലേ, ഇത് നമ്മുടെ ഈ ആക്സിസുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, അതിനെയാണ് A എന്ന് പറയുന്നത്. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ A dash. A and A dash are called എന്താണ്? vertices of the hyperbola. ഈ ലെങ്തിനെ പറയുന്ന പേര്, എലിപ്സിൽ എന്തായിരുന്നു? മേജർ ആക്സിസ്. ഇവിടെ എന്താണ്? ട്രാൻസ്വേഴ്സ് ആക്സിസ്. ഹിയർ ദ ആക്സിസ് A dash is called transverse axis and the axis BB dash is called conjugate axis. അല്ലേ? ഒന്ന് രണ്ട് പേരുകൾ മാത്രമേ മാറുന്നതേ ഉള്ളൂ. ബാക്കിയൊക്കെ എലിപ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ ഹൈപ്പർബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒപ്പം അവയുടെ പ്രോപ്പർട്ടീസും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എലിപ്സ് ഓർമ്മയുണ്ടെങ്കിൽ ഹൈപ്പർബോള സിമ്പിൾ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോള. രണ്ട് ടൈപ്പ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ടൈപ്പിന്റെ ഇക്വേഷൻ x² മൈനസ് y² = 1. എവിടെയോ കണ്ടു മറന്നതുപോലെ ഇല്ലേ? എന്താണ് എലിപ്സ്? x² പ്ലസ് y² = 1 ആണെങ്കിൽ എലിപ്സ്. ഇവിടെ എന്താണ്? മൈനസ് x² മൈനസ് y² = 1 വിച്ച് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ ഹൈപ്പർബോള. ഈ ഹൈപ്പർബോളയുടെ ഷേപ്പ് എന്തായിരിക്കും? വെരി സിമ്പിൾ. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. ഈ സംഗതിയാണ് ഈ ഹൈപ്പർബോളയുടെ ഷേപ്പ്. ഇനി ഇതിന്റെ ചില പ്രോപ്പർട്ടീസ്. ആ പ്രോപ്പർട്ടീസ് പറയുന്നതിന് മുമ്പേ കഴിഞ്ഞ എലിപ്സ് പഠിപ്പിച്ചപ്പോൾ ഒരു കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്തു, ഓർമ്മയുണ്ടോ? c² = a² മൈനസ് b². ഹിയർ c² = a² പ്ലസ് b². ഈ ഡിനോമിനേറ്റർ ഇരിക്കുന്ന ഈ ടേംസിന്റെ സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? c². ഓർമ്മയിരിക്കട്ടെ, c² = എന്താണ്? a² പ്ലസ് b². ഇനി എലിപ്സിൽ പഠിപ്പിച്ച അതേ പ്രോപ്പർട്ടീസ്, യാതൊരു മാറ്റവുമില്ല, ഫോർമുലയ്ക്കും മാറ്റമില്ല. എലിപ്സ് പഠിച്ചാൽ ഹൈപ്പർബോള വെരി സിമ്പിൾ. ഓക്കെ. സോ സെന്റർ ഓഫ് ദ ഹൈപ്പർബോള, ദിസ് പോയിന്റ് ഈസ് കോൾഡ് സെന്റർ. So clearly center equal to എന്താണ്? 0, 0. So center of the hyperbola 0, 0. Next F1 and F2 are foci. ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ എന്തെടുക്കുന്നു? C എന്നെടുക്കുന്നു. സോ ഈ പോയിന്റ് എന്തായിരിക്കും? C, 0. ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് C എങ്കിൽ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസും C തന്നെയാണ്. ലെഫ്റ്റിലാകുമ്പോൾ ആ പോയിന്റ് എന്ത് വരും? മൈനസ് C, 0. സോ ഫോക്കൈ ഓഫ് ദ ഹൈപ്പർബോള രണ്ട് പോയിന്റ് C, 0 ആൻഡ് മൈനസ് C, 0. രണ്ടും കൂടെ ക്ലബ് ചെയ്ത് ഞാൻ എന്ത് പറയുന്നു? പ്ലസ് ഓർ മൈനസ് C, 0. പഠിച്ചു കഴിഞ്ഞു. എലിപ്സിലും ഇത് തന്നെയായിരുന്നു. നെക്സ്റ്റ് വെർട്ടിസസ്. ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ A എങ്കിൽ ഈ പോയിന്റ് എന്തായിരിക്കും? A, 0. ഈ ഡിസ്റ്റൻസും A തന്നെയാണ്. അപ്പൊ ഈ പോയിന്റ് എന്ത് വരും? മൈനസ് A, 0. സോ വെർട്ടിസസ് എന്താണ്? പ്ലസ് ഓർ മൈനസ് A, 0.
ഒരു ഹൈപ്പർബോളയുടെ വെർട്ടിസസ് ഏതൊക്കെയാണ്? എയും എ ഡാഷുമാണ്. ആ പോയിന്റ്സ് എന്താണ്? a,0യും -a,0യും. സോ ജനറലി വെർട്ടിസസ് ഓഫ് എ ഹൈപ്പർബോള എന്താണ്? +or -a,0. ബാക്കിയൊക്കെ സിമ്പിൾ. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എലിപ്സിൽ പഠിപ്പിച്ച അതേ സാധനം 2b²/a. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 2b²/a. നെക്സ്റ്റ് ഒരു റേഷ്യോ എക്സെൻട്രിസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു c/a. ഇവിടെ c/a എന്താണ്? c എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ബൈ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ്. വലിയ നമ്പറിനെ ചെറിയ നമ്പറും ഡിവൈഡ് ചെയ്യുമ്പോൾ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. സോ for a hyperbola, eccentricity is always greater than 1. Very important. Eccentricity എന്തായിരിക്കും? Greater than 1. ഓർമ്മയുണ്ടായിരിക്കണം. എലിപ്സ് ആണെങ്കിൽ eccentricity less than 1. പരാബോള ആണെങ്കിൽ eccentricity equal to 1. ഓർമ്മയിരിക്കണം. എൻട്രൻസിനൊക്കെ ചോദിക്കും. ഓക്കെ, വിട്ടു. സോ eccentricity equal to എന്താണ്? c/a. നെക്സ്റ്റ്, the axis a dash is called here transverse axis and its length is 2a. നേരത്തെ മേജർ ആക്സിസ് എന്നാണ് എലിപ്സിന് പറഞ്ഞത്, പകരം ഇവിടെ എന്ത് പേര് മാറി? ട്രാൻസ്വേഴ്സ് ആക്സിസ്. സോ ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് 2a. നെക്സ്റ്റ്, ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് അതെന്താണ്? bb ഡാഷ്. അതിന്റെ ലെങ്ത് എന്തായിരിക്കും? 2b. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. എലിപ്സിൽ പഠിപ്പിച്ച അതേ പ്രോപ്പർട്ടീസ് തന്നെയാണ് ഇവിടെ വരുന്നത്, ഒരൊറ്റ ചേഞ്ച് മാത്രം. c² ഈക്വൽ ടു എന്താണ്? a² + b². ബാക്കി എല്ലാ ഫോർമുലയും എലിപ്സിൽ പഠിപ്പിച്ചത് തന്നെയാണ്. മേജർ ആക്സിസിന് വരും ട്രാൻസ്വേഴ്സ് ആക്സിസ്, മൈനർ ആക്സിസിന് വരും എന്ത് വന്നു? കോൺജുഗേറ്റ് ആക്സിസ്. ഇനി ഒരു ടൈപ്പ് കൂടെ ഉണ്ട്, അതെന്താണെന്ന് പരിചയപ്പെടാം. സോ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോളയിൽ സെക്കൻഡ് ടൈപ്പ് ഇക്വേഷൻ y² - x²/b² ഈക്വൽ ടു 1. ആദ്യത്തെ ടൈപ്പ് എന്തായിരുന്നു? x² - a² - y²/b² ഈക്വൽ ടു 1. ഇവിടെ എന്താണ്? തിരിച്ച് y² - x²/b² ഈക്വൽ ടു 1. താഴെ വരുന്ന a² വലുതാണോ ചെറുതാണോ എന്നുള്ളത് ഒരു വിഷയമേ അല്ല, അത് എലിപ്സിലാണ്, കൺഫ്യൂഷൻ ആക്കരുത്. ഓക്കെ, ഇവിടെ എന്താണ്? ആ ഫോമാറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ ടൈപ്പ് ആണെങ്കിൽ x² എന്ന് വരും, രണ്ടാമത്തെ ടൈപ്പ് ആണെങ്കിൽ y² എന്ന് വരും. അത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. സോ വിച്ച് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ സെക്കൻഡ് ടൈപ്പ് ഹൈപ്പർബോള. ഇതിന്റെ ഷേപ്പ് എന്തായിരിക്കും? നേരത്തെ ഇങ്ങനെ വന്നു, നേരെ തല തിരിഞ്ഞ് മേളിലോട്ട് താഴോട്ട്. വിച്ച് ഈസ് ദ figure of this hyperbola. Again properties നിങ്ങൾക്കറിയാം, c² യാതൊരു മാറ്റവുമില്ല, a² + b². സെന്റർ എന്ത് തന്നെയാണ്? 0 0. ഫോക്കൈ എല്ലായ്പ്പോഴും ഫോക്കൈ എവിടെ വരും? ട്രാൻസ്വേഴ്സ് ആക്സിസിൽ വരും. ഇവിടെ എന്താണ്? അത് ഞാൻ തിരിച്ചു വെച്ചു. സോ ഫോക്കൈ എവിടെ വരും? നേരത്തെ x ആക്സിസിലായിരുന്നത് ഇപ്പോൾ എവിടെയായി മാറി? y ആക്സിസിൽ. അല്ലെങ്കിലും വളരെ സിമ്പിൾ ആണ്, എപ്പോഴും ഫോക്കൈ എവിടെ വരും? ഈ കർവിന് അകത്തേ വരത്തുള്ളൂ. കർവ് ഈ സാധനമല്ലേ, അതിനകത്ത് വരുന്നതാണ് എപ്പോഴും ഫോക്കൈ. അത് ട്രാൻസ്വേഴ്സ് ആക്സിസിലായിരിക്കും ലൈ ചെയ്യുന്നത്. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് മുതൽ ഇതുവരെ ഓൾവേസ് എന്താണ്? c ആണ്. അപ്പൊ ഈ പോയിന്റ് എന്ത് വരും? 0, c. താഴോട്ടാകുമ്പോൾ 0, - c. സോ ഫോക്കൈ ഈക്വൽ ടു 0, ± c. വെരി സിമ്പിൾ. നേരത്തെ ± c, 0. ഹിയർ 0, ± c. സിമിലർലി വെർട്ടിസസ്, അഗൈൻ വെർട്ടിസസ് എന്താണ്? a and a ഡാഷ്. അതും y ആക്സിസിൽ വന്നു, ട്രാൻസ്വേഴ്സ് ആക്സിസിൽ വന്നു. സോ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്തു, 0, ± a. Next, length of lattice rectum no change, 2b²/a. Eccentricity no change, c/a. Length of transverse axis, length എന്ത് തന്നെയാണ്? വീണ്ടും a ഡാഷ്, അതിന്റെ ലെങ്ത് 2a തന്നെയാണ്, no change. So length of conjugate axis is എന്താണ്? 2b. ചുരുക്കി പറഞ്ഞാൽ ഒന്നാമത്തെ ടൈപ്പിൽ പഠിപ്പിച്ച ഫോർമുലകൾ തന്നെയാണ് രണ്ടാമത്തെ ടൈപ്പിലും. രണ്ട് സംഗതികൾ മാറുന്നു. എന്താണ്? ഒന്ന് ഫോക്കൈ, കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്നു, മറ്റൊന്ന് വെർട്ടിസസ്. ബാക്കി എല്ലാ ഫോർമുലയും ആദ്യത്തെ ടൈപ്പിൽ തന്നെയാണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. എഴുതിക്കോളൂ. ഫൈൻഡ് സെന്റർ, ഫോക്കൈ, വെർട്ടിസസ്, length of latus rectum, eccentricity, length of major axis and length of transverse axis and length of conjugate axis of the hyperbola x² / 16 y² / 9 equal to 1. ഹൈപ്പർബോള എന്ന് പറഞ്ഞില്ല പോലും നിങ്ങൾ ഇക്വേഷൻ കാണുമ്പോൾ ഇത് ഹൈപ്പർബോളയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇത് ഏത് ഹൈപ്പർബോളയാണ്? ഫസ്റ്റ് ടൈപ്പ്. x² എന്ന് വന്നാൽ ഫസ്റ്റ് ടൈപ്പ്, y² എന്ന് വന്നാൽ സെക്കൻഡ് ടൈപ്പ്. കഴിഞ്ഞു. സോ x² / a² - y² / b² ഈക്വൽ ടു 1 എന്ന ഫോമിൽ കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഫോം നിങ്ങൾക്ക് കിട്ടും. a² ഈക്വൽ ടു എന്താണ്? 16. അപ്പോൾ a ഈക്വൽ ടു എന്താണ്? 4. b² ഈക്വൽ ടു 9. അപ്പോൾ b ഈക്വൽ ടു എന്ത് കിട്ടി? 3. നേരെ c² ആദ്യം കാണുക. That is equal to a² + b² equal to a² 16 + 9 that is 25.
വളരെ സിമ്പിൾ. ഫോർമുല എഴുതുക, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എലിപ്സിൽ ചെയ്തതുപോലെ. സെന്റർ 0 0 ഫോക്കൈ പ്ലസ് ഓർ മൈനസ് സി കോമ 0 ഫസ്റ്റ് ടൈപ്പിന് അത് മനസ്സിലുണ്ടായിരിക്കണം. പ്ലസ് ഓർ മൈനസ് സി എന്താണ് സിയുടെ വാല്യൂ? സി സ്ക്വയർ ആണ് 25. പലരും തെറ്റിക്കും. therefore സി ഈക്വൽ ടു എന്താണ്? 5. അത് എഴുതുക. ഓക്കെ, സോ പ്ലസ് ഓർ മൈനസ് സി കോമ 0 അപ്പോൾ 5, 0. Then vertices plus or minus a comma 0 plus or minus a യുടെ വാല്യൂ എന്താണ്? 4, 0. നെക്സ്റ്റ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഫോർമുല 2b square by a 2 into b square 9 2 into 9 18 by a എന്താണ്? 4. that is equal to 9/2 എന്ന് എഴുതാം. നെക്സ്റ്റ് എക്സെൻട്രിസിറ്റി എന്താണ് ഫോർമുല? c by a c എന്താണ്? 5/4. എക്സെൻട്രിസിറ്റി 5/4 5/4 എന്താണ്? ഒന്നിനേക്കാളും വലുതാണ്. അതുകൊണ്ടാണ് ഇത് ഹൈപ്പർബോള ആയത്. ഓക്കെ, നെക്സ്റ്റ് ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2a 2 into 4 8. ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് 2b 2 into 3 6. സിമ്പിൾ അല്ലേ? കിട്ടി 4 മാർക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് center, foci, vertices, length of lateral rectum, eccentricity, length of transverse and conjugate axis of the hyperbola y square by 9 minus x square by 27 equal to 1. കാണുമ്പോൾ തന്നെ മനസ്സിലായി. y square by s square minus x square by b square equal to 1 എന്ന ഫോമിൽ രണ്ടാമത്തെ ടൈപ്പ് ഹൈപ്പർബോള. Comparing with the standard form, y square by s square, y square by s square, that is s square equal to 9. ഉടൻ തന്നെ a equal to എന്താണ്? 3. x square by b square equal to എന്താണ്? 27. അപ്പോൾ b equal to എന്താണ്? √27. ഇത്ര എഴുതി കൂടെ? കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഫോം. y സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നത് ഇവിടെ s സ്ക്വയർ, x സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നത് b സ്ക്വയർ. കഴിഞ്ഞു. നെക്സ്റ്റ് c സ്ക്വയർ ഈക്വൽ ടു s സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഫോർ ബോത്ത് ദ ഹൈപ്പർബോളാസ് c സ്ക്വയർ കാണുന്ന ഫോർമുല എന്താണ്? s സ്ക്വയർ പ്ലസ് b സ്ക്വയർ. s സ്ക്വയർ 9 പ്ലസ് 27 that is 36. therefore c equal to എന്ത് കിട്ടി? 6. കഴിഞ്ഞു. സിമ്പിൾ. സെന്റർ 0 0 ഫോക്കൈ ഇത് രണ്ടാമത്തെ ഹൈപ്പർബോള. y ആക്സിസ് ആണ് ട്രാൻസ്വേഴ്സ് ആക്സിസ്. അപ്പോൾ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്ത് വരും. 0, പ്ലസ് ഓർ മൈനസ് c ഈക്വൽ ടു 0, പ്ലസ് ഓർ മൈനസ് c. വാട്ട് ഈസ് c? 6. നെക്സ്റ്റ് വെർട്ടിസസ് കോർഡിനേറ്റ് ചേഞ്ച് ചെയ്തു. y ആക്സിസിൽ വന്നു വെർട്ടിസസ്. സോ 0, പ്ലസ് ഓർ മൈനസ് a എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം 3. സോ 0, പ്ലസ് ഓർ മൈനസ് 3 വെർട്ടിസസ് കിട്ടി. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം നോ ചേഞ്ച് 2b square by a 2 into 27 54 54/3 54/a എന്താണ്? 3 is equal to 18 എന്ന് കിട്ടും. ഓക്കെ, സോ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം കിട്ടി. നെക്സ്റ്റ് എക്സെൻട്രിസിറ്റി c by a c എന്താണ്? 6 6/3 ഒറ്റ സ്റ്റെപ്പ് എഴുതിയാൽ പോരെ? 2. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് അഗൈൻ എന്താണ്? നോ ചേഞ്ച് 2a 2 into 3 6. ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് 2b 2 into b എന്താണ്? √27. സോ 2 into √27. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് center, foci, vertices, LLR, E, length of transverse and conjugate axis of the hyperbola 16x square minus 9y square equal to 576. Ellipse ആയാലും ഹൈപ്പർബോള ആയാലും റൈറ്റ് ഹാൻഡ് സൈഡ് മസ്റ്റ് ബി 1. അപ്പോൾ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കുന്നതിന് വേണ്ടി റൈറ്റ് ഹാൻഡ് സൈഡ് 1 ആക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യുക? ഡിവൈഡിങ് ഈച്ച് ടേം ബൈ 576. എന്ത് കിട്ടും? 16x square by 576 minus 9y square by 576 equal to റൈറ്റ് ഹാൻഡ് സൈഡ് 1 എന്ന് കിട്ടി. ഇനി ഇതൊന്ന് ഡിവൈഡ് ചെയ്യുക. എക്സ് സ്ക്വയർ ബൈ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് 576/16 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 36 എന്ന് കിട്ടും. ശരിയാണോ എന്ന് നോക്കുക. മൈനസ് നെക്സ്റ്റ് y സ്ക്വയർ ബൈ 576/9 ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 64 ഈക്വൽ ടു 1. which is in standard form. X square by s square minus y square by b square equal to 1. First type x square. ആദ്യം x വന്നാൽ ഫസ്റ്റ് ടൈപ്പ്, ആദ്യം y വന്നാൽ സെക്കൻഡ് ടൈപ്പ്. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. സോ താഴെ ഇരിക്കുന്ന വലുതും ചെറുതും എന്നുള്ളൊരു വിഷയമേ അല്ല ഹൈപ്പർബോളയിൽ. ഓർമ്മയുണ്ടാകണം, ഓർത്താൽ നന്ന്. ഓക്കെ, സോ കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഫോം x square by s square equal to എന്താണ്? 36. ഉടൻ തന്നെ a equal to 6 എന്ന് എഴുതാം. മൈനസ് y square by b square equal to 64. so b equal to എന്ത് കിട്ടി? 8. വെരി സിമ്പിൾ. വി ഹാവ് c square equal to s square plus b square. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 100. therefore c equal to എന്താണ്? 10. ഇനി മാലപ്പടക്കം കത്തുന്നത് പോലെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. സെന്റർ 0 0 ഫോക്കൈ ഒന്നാമത്തെ ടൈപ്പ് പ്ലസ് ഓർ മൈനസ് c, 0 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് c എന്താണ്? 10, 0.
Next, vertices, first type, plus or minus a comma 0 equal to plus or minus a. What is a? 6 comma 0. Then length of lattice rectum 2b square by a, 2 into 64. 2 into, അങ്ങനെ എഴുതാം, 2 into b square എന്താണ് 64 divided by a എന്താണ് 6. ക്യാൻസൽ ചെയ്താൽ 2, 64 by 3 എന്ന് കിട്ടും. എന്താണ് ക്യാൻസൽ ചെയ്യുമ്പോൾ 64 by 3. Then eccentricity c by a 10 by 6, 10 by 6, that is 5 by 3 എന്ന് കിട്ടും. ചെയ്ത് നോക്കുക. ഫൈനലി ട്രാൻസ്വേഴ്സ് ആക്സിസിന്റെ ലെങ്ത് 2a, 2 into 6, 12. കോൺജുഗേറ്റ് ആക്സിസിന്റെ ലെങ്ത് 2b, 2 into 8, that is 16. ഇവിടെ ട്രാൻസ്വേഴ്സ് ആക്സിസിന്റെ ലെങ്ത് തന്നെ വലുതായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഹൈപ്പർബോളയിൽ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ഹൈപ്പർബോള whose vertices plus or minus 2,0, foci plus or minus 3,0. Comparing with the standard formula, ഹൈപ്പർബോളയുടെ വെർട്ടിസസ് കാണുന്ന ഫോർമുല പ്ലസ് ഓർ മൈനസ് a, 0. സോ ഉടൻ തന്നെ a ഈക്വൽ ടു എന്തെഴുതാം 2. കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഫോർമുല, ഫോക്കൈ കാണുന്ന ഫോർമുല പ്ലസ് ഓർ മൈനസ് c, 0. ഹിയർ c ഈക്വൽ ടു എന്താണ് 3. നമുക്ക് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എ സ്ക്വയറും ബി സ്ക്വയറും അറിയാമെങ്കിൽ ഇക്വേഷൻ കിട്ടി. എ അറിയാം, എന്തറിയില്ല? ബി അറിയില്ല. വി ഹാവ് ഫോർമുല സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഫോർ എനി ഹൈപ്പർബോള. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സി സ്ക്വയർ എന്താണ് 9, 3 സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ 4 പ്ലസ് ബി സ്ക്വയർ, ദാറ്റ് ഈസ് ബി സ്ക്വയർ ഈക്വൽ ടു 9 minus 4 എന്ത് കിട്ടി? 5. ഹെൻസ് ഇക്വേഷൻ ഓഫ് ദ ഹൈപ്പർബോള ഈസ്, ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ? എക്സ് കോർഡിനേറ്റിൽ ഡിസ്റ്റൻസ് വന്നാൽ ആദ്യത്തെ ടൈപ്പ്, അത്രയേ ഉള്ളൂ. സോ ഫസ്റ്റ് ടൈപ്പ് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. വെറുതെ വാല്യൂസ് കൊടുക്കുക, അത്രമാത്രം. എക്സ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ a2 ആണ്, അതിന്റെ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ബി എന്താണ്? ബി സ്ക്വയർ ആണ് 5. അപ്പൊ ഇവിടെ എന്ത് കൊടുത്താൽ മതി? 5 കൊടുത്താൽ മതി. പല കുട്ടികളും തെറ്റിക്കും, ഇത് ബി എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ സ്ക്വയർ എഴുതും. അതല്ല, ഇവിടെ കിട്ടിയത് ബി സ്ക്വയർ ആണ്, അത് അതുപോലെ ഇവിടെ റീപ്ലേസ് ചെയ്യുക. ഈക്വൽ ടു 1, വിച്ച് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ ഹൈപ്പർബോള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ഹൈപ്പർബോള whose vertices 0, plus or minus 5, foci 0, plus or minus 8. രണ്ടാമത്തെ കോർഡിനേറ്റിലാണ്, y കോർഡിനേറ്റ് ആണ് ഡിസ്റ്റൻസ്. സോ ഇതെന്താണ്? രണ്ടാമത്തെ ടൈപ്പ് ആണ് എന്ന ചിന്ത മനസ്സിൽ വരണം. സോ കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഫോം, വെർട്ടിസസ് കാണുന്ന ഫോർമുല 0, plus or minus a. സോ a ഈക്വൽ ടു 5. ഫോക്കൈ 0, plus or minus c, that is c ഈക്വൽ ടു 8. b കാണണം, നേരത്തെ പോലെ c സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. Again c square 8 square 64 equal to a square 25 plus b square. So what is b square? 64 minus 25 എന്ത് കിട്ടും? പറ പെട്ടെന്ന്. 20 കുറച്ചാൽ 44, 39 എന്ന് കിട്ടും. ശരിയാണോ? നോക്കുക. സോ ഇക്വേഷൻ ഓഫ് ദ ഹൈപ്പർബോള ഈസ്, മറക്കരുത്, രണ്ടാമത്തെ ടൈപ്പ് y സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ ആയി y സ്ക്വയർ ബൈ എ സ്ക്വയർ 5 സ്ക്വയർ 25 മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ, ദാറ്റ് ഈസ് 39 ഈക്വൽ ടു 1, വിച്ച് ഈസ് ദ റിക്വയർഡ് ഇക്വേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ഹൈപ്പർബോള whose length of transverse axis equal to 8 and foci plus or minus 5,0. We have for any hyperbola length of transverse axis equal to 2a. അതായത് 2a ആണ് എന്ത് തന്നിരിക്കുന്നത്? 8 എന്ന് തന്നിരിക്കുന്നത്. സോ a ഈക്വൽ ടു എന്ത് കിട്ടി? 4. ഫോർമുല ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് കാണുന്ന ഫോർമുല 2a ഈക്വൽ ടു 8. അപ്പോൾ a ഈക്വൽ ടു 4. നെക്സ്റ്റ് ഫോക്കൈ കാണുന്ന ഫോർമുല പ്ലസ് ഓർ മൈനസ് c, 0. സോ c ഈക്വൽ ടു എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. എയും സിയും കിട്ടി, നമുക്ക് b കണ്ടാൽ മതി. അഗൈൻ വി ഹാവ് c സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. c square 25 equal to a square 16 equal to plus b square. അതായത് b square equal to 25 minus 16, that is equal to എന്താണ്? 9 എന്ന് കിട്ടി. ഏത് ഹൈപ്പർബോള? ഒന്നാമത്തെ രണ്ടാമത്തെയോ? ഫോക്കൈ നോക്കുക, എക്സ് കോർഡിനേറ്റിലാണ് ഡിസ്റ്റൻസ്. സോ ആദ്യത്തെ ടൈപ്പ്. സോ ഇക്വേഷൻ ഓഫ് ദ ഹൈപ്പർബോള ഈസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ, എ എന്തായിരുന്നു? 4 സ്ക്വയർ 16 മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ, ബി സ്ക്വയർ എന്താണ്? 9 ഈക്വൽ ടു 1, വിച്ച് ഈസ് ദ ഇക്വേഷൻ. വൺ മോർ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ഹൈപ്പർബോള whose foci plus or minus 4,0 and length of lattice rectum 12.
കുറച്ച് പണിയുള്ള ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ശരി, ഇപ്പോൾ ഫോക്കൈ തന്നിട്ടുണ്ട്. എന്താണ് ഫോക്കൈ കാണുന്ന ഫോർമുല? +or - c, 0. സോ c ഈക്വൽ ടു 4. Given LLR, length of lateral rectum equal to 12. എന്താണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം കാണുന്ന ഫോർമുല? 2b² equal to 12. ഇതിനകത്ത് നിന്ന് b² ഈക്വൽ ടു എന്ത് കിട്ടും? 2 അപ്പുറത്ത് പോകുമ്പോൾ 12/2 6 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6a എന്ന് കിട്ടി. We have for any hyperbola c² equal to a² plus b². c യുടെ വാല്യൂ നമുക്കറിയാം 4² 16 equal to a² പ്ലസ് b² പ്ലേസിൽ എന്ത് കൊടുക്കുക? ഈ വാല്യൂ 6a. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിയില്ലേ? a² plus 6a minus 16 equal to 0. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 6, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -16. നമ്പേഴ്സ് ഏവ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ a ഈക്വൽ ടു -b +or - നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അതായിരിക്കും എളുപ്പം. -b +or - √b² - 4ac/2a എന്ന ഫോർമുല ഉപയോഗിച്ച് സോൾവ് ചെയ്താലും ആൻസർ കിട്ടും. അപ്പോൾ പറഞ്ഞോളൂ, എന്താണ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? +6, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -16 കിട്ടണം. നമ്പേഴ്സ് ഏവ +8ഉം -2ഉം 8 ന്ന് 2 കുറച്ചാൽ എന്താണ്? 6 അല്ലേ? 8 × -2 -16 അല്ലേ? ഈ കിട്ടിയത് ഫാക്ടേഴ്സ് ആണ്. അതായത് ഇത് ആക്ച്വലി എന്താണ്? a + 8 × a - 2 equal to 0. That is a equal to -8 and a equal to 2. a എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ആണ്. ലെങ്ത് cannot be negative. So a must be എന്താണ്? 2. a equal to എന്ത് കിട്ടും? 2. a equal to എന്ത് കിട്ടി? 2. എങ്കിൽ b² എന്തായിരിക്കും? b² equal to 6a. 6 × 2 എന്ത് കിട്ടി? 12. So equation of the hyperbola is, ഇത് ഏത് ടൈപ്പ് ആണ്? ഫസ്റ്റ് ടൈപ്പ്. സോ ഇക്വേഷൻ x² - y² equal to 1. x² രണ്ടിന്റെ സ്ക്വയർ 4 y² that is 12 equal to 1. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്നു, അത്രമാത്രം. സോ ഇത്രയുമാണ് കോണിക് സെക്ഷൻസ് എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? എലിപ്സ്, ദെൻ ഹൈപ്പർബോള, ദെൻ പരാബോള, ദെൻ സർക്കിൾ. ഈസി ആയിട്ട് എക്സാമിനേഷൻ 4 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കത് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വീണ്ടും അടുത്ത ദിവസം പുതിയൊരു ചാപ്റ്ററുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.